ഹരിശരണം. നല്ല ശീലങ്ങൾ ചെയ്യുവാനും ചീത്ത ശീലങ്ങൾ വേരോട് എടുത്തു കളയുവാനും എല്ലാ ഭക്തജനങ്ങൾക്കും സാധിക്കട്ടെ. ഹരിശരണം. എൻ്റെ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാ ഭക്തജനങ്ങൾക്കും ഉപയോഗപ്രദമായ വീഡിയോ ആണിത്. ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. കൂടെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ എഴുതാൻ പഴയ ബുക്ക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പുതിയ ബുക്ക് വാങ്ങിക്കുക. ഭഗവാന്റെ നാമം എഴുതണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് നാം പോകുന്നത്. എത്ര പ്രാവശ്യം എഴുതണം എന്ന് തീർത്തും മനസ്സിൽ വിചാരിക്കുക. 108 ആവാം, 1008 ആവാം. അത് ഭക്തജനങ്ങളുടെ ഇഷ്ടവും ഭക്തിയും പോലെ ഇരിക്കും. ദീർഘിക്കാതെ തന്നെ നമുക്ക് ഭഗവാന്റെ നാമത്തിൽ നിന്ന് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ഭഗവാനുള്ള വഴിപാടുകളും പൂജാക്രമങ്ങളും. എന്നാൽ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഭഗവാന്റെ നാമങ്ങൾ എഴുതിയിട്ടു എങ്ങനെയാണ് അത് ഭഗവാന് സമർപ്പിക്കുന്നത് എന്നാണ്. 2-3 വാക്കുകൾ കൊണ്ട് എഴുതിയും പറഞ്ഞും തീർക്കാൻ പറ്റുന്നതല്ല. അത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ് ഭഗവാന്റെ നാമങ്ങൾ. അനി, കൃഷ്ണ, കണ്ണ, എൻ്റെ ഈ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയാണ് എഴുതുന്നത് എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു തുടങ്ങാം. എന്നാൽ ആഗ്രഹങ്ങൾ ഒന്നും മനസ്സിൽ വയ്ക്കാതെയും എഴുതാം. എന്നാൽ ഞാനിവിടെ ആഗ്രഹങ്ങൾ ഒന്നും മനസ്സിൽ വെച്ച് അല്ല എഴുതുന്നത് കേട്ടോ. എനിക്ക് ഗുരുവായൂർ പോകുമ്പോൾ ഉണ്ണിക്കണ്ണനും എൻ്റെ ഭക്തിയാവുന്ന മാല ചാർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും ആനന്ദവും ആ ഒരു സമയത്തു ഉണ്ടാവുന്ന അനുഭൂതി എൻ്റെ ഭക്തജനങ്ങൾക്കും അനുഭവിച്ച് അറിയണം. നമ്മുടെ കൈകൾ കൊണ്ട് എഴുതി മാലയാക്കി ചാർത്തുമ്പോഴുള്ള മാനസികമായ സുഖം എല്ലാവരും അനുഭവിച്ച് അറിയണം. അതിനെ എങ്ങനെ എഴുതണം, എങ്ങനെ മാലയാക്കി എന്നു പറഞ്ഞു തന്നു സഹായിക്കാം. എല്ലാവർക്കും ഉണ്ടാവും എപ്പോൾ എഴുതണം എന്നത്. ശുദ്ധിയായി ഇരിക്കുമ്പോൾ, മനസ്സിന് സമാധാനമായി ഇരിക്കുമ്പോഴും എഴുതാം. ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി എഴുതുന്നവർ ആണെങ്കിൽ മനസ്സിൽ ആ ആഗ്രഹം നടന്നു കിട്ടിയ സന്തോഷത്തോടുകൂടി എഴുതുക. ഭഗവാന് ചാർത്തണം എന്ന ലക്ഷ്യം മാത്രം വെച്ച് എഴുതുന്നവർ ആണെങ്കിൽ സന്തോഷമായി ഇരിക്കുമ്പോൾ എഴുതാം. ഇനി നമ്മൾക്ക് സങ്കടം വരുമ്പോൾ എഴുതാം. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഭഗവാന്റെ നാമങ്ങൾ എഴുതുമ്പോൾ സമാധാനം കണ്ടെത്തുന്ന ഒരുപാട് ഭക്തജനങ്ങളുണ്ട്. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം ഏത് നാമം വേണമെങ്കിലും എഴുതാം. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി ഇത് എഴുതിയാൽ എവിടെ കൊണ്ട് സമർപ്പിക്കണം എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാവും. നമ്മുടെ പൂജാമുറിയിൽ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ വയ്ക്കാം. ഗുരുവായൂരിലാണ് സമർപ്പിക്കുന്ന എങ്കിൽ കിഴക്കേ നടക്കി വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിൻ്റെ മുകളിൽ, പടിഞ്ഞാറേ നടക്കി വെച്ചിരിക്കുന്ന ഭണ്ഡാരത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ പുറത്തുള്ള കൃഷ്ണൻ്റെ മാലയാക്കി നന്നായി പ്രാർത്ഥിച്ച് ധ്യാനിച്ച് സമർപ്പിക്കാവുന്ന കാര്യം കൂടിയും പറയട്ടെ. ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെണ്ണയോ കദളിപ്പഴമോ ഓടക്കുഴലോ മയിൽപ്പീലിയോ എന്തെങ്കിലും ഒന്ന് ഭഗവാന് കൊടുക്കാൻ കയ്യിൽ വെച്ചിരിക്കണം. നമ്മൾ അത്രമാത്രം ആഗ്രഹിച്ചു, അത്രമാത്രം ഭക്തിയോടെ എഴുതിയ ഈ ബുക്ക് അല്ലെങ്കിൽ ഈ മാല സമർപ്പിക്കുമ്പോൾ
കിട്ടുന്ന ആനന്ദം, മാനസിക സുഖം നമ്മൾ അനുഭവിച്ച് അറിയണം. ബുക്കിലാണ് എഴുതുന്നത് എങ്കിൽ ബുക്കിൻ്റെ ഇടയിൽ ഒരു മയിൽപ്പീലി കൂടി വെക്കണം. എന്നിട്ട് കണ്ണനു സമർപ്പിക്കണം. അത്രമാത്രം ഇഷ്ടപ്പെട്ടു എഴുതിയ ഈ ബുക്കിൽ അല്ലെങ്കിൽ മാല പുണ്യമായ മഹത്വമാണ് ഇത് സമർപ്പിക്കുമ്പോൾ കിട്ടുന്നത്. ആനന്ദം സുഖം എല്ലാ ഭക്തജനങ്ങൾക്കും അനുഭവിച്ചറിയണം. ഇതോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരിശരണം.